ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നവംബർ 12 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എൻ്റെ ക്ലാസ്സസ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ബാങ്ക്, SSC, റെയിൽവേസ് ഏത് എക്സാം ആയാലും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ചേ തീരൂ. അപ്പോൾ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ്സസ് കാണുക, എന്നിട്ട് നോട്ട്സ് തരുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, നീരജ് ചോപ്ര ബിക്കംസ് എ ഫ്രണ്ട്ഷിപ്പ് അംബാസഡർ ഓഫ് സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്രണ്ട്ഷിപ്പ് അംബാസഡർ ആയിരിക്കുകയാണ് നീരജ് ചോപ്ര. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം. സ്വിറ്റ്സർലാൻഡ് ടൂറിസം ഹാസ് അപ്പോയിൻറ്റഡ് ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ് നീരജ് ചോപ്ര ആസ് ഇറ്റ്സ് എ ഫ്രണ്ട്ഷിപ്പ് അംബാസഡർ. അപ്പോൾ നീരജ് ചോപ്ര ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റാണ്. ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള നീരജ് ചോപ്ര ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് ടൂറിസം അവരുടെ ഫ്രണ്ട്ഷിപ്പ് അംബാസഡറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. So in this development, the athlete will promote sports, stunning and adventurous outdoors of Switzerland to Indian travelers. അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റിൽ, ഈ ഒരു അപ്പോയിൻമെൻറ്റോടുകൂടി, അതായത് ഫ്രണ്ട്ഷിപ്പ് അംബാസഡർ ആയതോടുകൂടി അപ്പോൾ നീരജ് ചോപ്ര സ്പോർട്ടി, അതേപോലെ സ്റ്റണ്ണിങ് ആൻഡ് അഡ്വഞ്ചറസ് ഔട്ട്ഡോഴ്സ് ഓഫ് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യൻ ട്രാവലേഴ്സിന് കാണിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ നവംബർ 11. അപ്പോൾ നവംബർ 11 ഒബ്സർവ് ചെയ്യുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആണ്. സോ നമുക്കതൊന്ന് വായിക്കാം. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ November 11 എവറി ഇയർ ടു മാർക്ക് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് മൗലാന അബ്ദുൽ കലാം ആസാദ്. Maulana Abdul Kalam Azad served as the first Minister of Education of Independent India from 1947 to 1958 in Prime Minister Pandit Jawaharlal Nehru's cabinet. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ക്യാബിനറ്റിൽ 1947 മുതൽ 1958 വരെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു ഈ മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ എന്നുള്ള രീതിയിലാണ് ഈ നവംബർ 11 എല്ലാ വർഷവും നവംബർ 11 നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഇയർ ദ തീം ഫോർ എ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഈസ് എ ചേഞ്ചിങ് കോഴ്സ് ട്രാൻസ്ഫോർമിങ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ വർഷത്തെ നാഷണൽ എഡ്യൂക്കേഷൻ ഡേയുടെ തീമാണ് ചേഞ്ചിങ് കോഴ്സ് ട്രാൻസ്ഫോർമിങ് എഡ്യൂക്കേഷൻ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. BSNL gets centers a note to sign 26,821 crore 4G deal with TCS റിപ്പോർട്ട്. അപ്പോൾ ഒരു റിപ്പോർട്ട് പ്രകാരം BSNLന് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ്. 26,821 കോടി രൂപ 4G ഡീല് TCSുമായിട്ട് ചേർന്നിട്ട് കിട്ടിയിരിക്കുകയാണ് BSNLന്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. The Bharat Sanchar Nigam Limited has received the central government's nod to go ahead with the 26,281 crore deal with Tata Consultancy Services, paving its way to launch 4G services in India. As reported by Economic Times, TCS will set up the 4G lines and maintain the network for 9 years. അപ്പോൾ 4G നെറ്റ്വർക്ക് BSNLന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ TCS ആയിരിക്കും അതിൻ്റെ ലൈന് കാര്യങ്ങളൊക്കെ ഇടുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് TCS ആയിരിക്കും. 4G ലൈൻസ് അപ്പോൾ അടുത്ത 9 വർഷത്തേക്ക് ഈ കോൺട്രാക്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ BSNL വിൽ ഗിവ് 10,000 crore rupees വർത്ത് ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് ടു TCS സൂൺ. അപ്പോൾ BSNL 10,000 കോടി രൂപയുടെ പർച്ചേസ് ഓർഡർ കൊടുക്കും TCSന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. BSNL 10% ഫുള്ളി ഓൺഡ് 10% ഗവൺമെൻറ് കമ്പനിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NPCI ലോഞ്ചസ് ഓപ്പൺ സോഴ്സ് ലൈസൻസ് മോഡൽ ഫോർ ഭീം ആപ്പ് ടു ഹെൽപ്പ് ബാങ്ക്സ് ലോഞ്ച് ദെയർ UPI ആപ്സ്. അപ്പം NPCI നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരു ഓപ്പൺ സോഴ്സ് ലൈസൻസ് മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഭീം ആപ്പിന് വേണ്ടിയിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക്സിനെ ഹെൽപ്പ് ചെയ്യാൻ, അവരുടെ UPI ആപ്സ് ലോഞ്ച് ചെയ്യാൻ ബാങ്ക്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. NPCI ഹാസ് അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് ആൻ ഓപ്പൺ സോഴ്സ് ലൈസൻസ് മോഡൽ ഫോർ ഇറ്റ്സ് ഭീം ആപ്പ്.
Under this initiative towards attaining the goal of digital payments for all, the NPCI will license the source code of BHIM app to regulated entities which do not yet have a unified payments interface app of their own to empower them to launch their own UPI app. അപ്പോൾ NPCI ബാങ്ക്സിന് UPI ആപ്സ് ഇല്ലാത്ത ബാങ്ക്സിനെ അത് ലോഞ്ച് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ സേവ്ഡ് $4.2 billion ഇൻ ഫ്യൂവൽ കോസ്റ്റ് ത്രൂ സോളാർ പവർ. റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ $4.2 billion സേവ് ചെയ്തിരിക്കുകയാണ് ഫ്യൂവൽ കോസ്റ്റിൻ്റെ കാര്യത്തിൽ. സോളാർ പവർ യൂസ് ചെയ്തിട്ട് ഫ്യൂവൽ കോസ്റ്റ് ലാഭിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. $4.2 billion സേവ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. An amount of $4.2 billion has been saved by India in fuel cost through solar power generation in the first half of 2022, and 19.4 million tons of coal which would have further stressed an already strained domestic supply, according to a report the Sunny Side of Asia. The majority of estimated savings were in China with a $21 billion in fossil fuel imports. അപ്പോൾ ഇന്ത്യ സേവ് ചെയ്തിരിക്കുകയാണ് $4.2 billion ഫ്യൂവൽ കോസ്റ്റിൻ്റെ കാര്യത്തിൽ സോളാർ പവർ യൂസ് ചെയ്തിട്ട് ഇത് സേവ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡിജി ലോക്കർ യൂസേഴ്സ് ക്യാൻ നൗ ഡിജിറ്റലി സ്റ്റോർ ഹെൽത്ത് റെക്കോർഡ്സ് ആൻഡ് ലിങ്ക് ദം വിത്ത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്. അപ്പോൾ ഡിജി ലോക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ലോക്കറാണ്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ ഒരു ലോക്കർ സിസ്റ്റമാണ്. നമുക്കതിൽ എന്ത് രേഖകൾ വേണമെങ്കിലും സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് അത് ആവശ്യമുള്ളപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എടുക്കാൻ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് 100% സേഫാണ്. അതായത് നമ്മുടെ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ ലോക്കറിൽ വെച്ച് സൂക്ഷിക്കണ പോലെ തന്നെയാണ്, അത്രയും സേഫാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഡിജി ലോക്കർ യൂസേഴ്സിന് ഇനി ഹെൽത്ത് റെക്കോർഡ്സ് സേവ് ചെയ്യാൻ സാധിക്കും, സ്റ്റോർ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ടായിട്ട് വേണ്ടപ്പോൾ അത് ലിങ്ക് ചെയ്യാനും സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡിജി ലോക്കർ ലോഞ്ച് ചെയ്തത് 1 ജൂലൈ 2015 അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ഡിജി ലോക്കർ, ദ ഓത്തൻറ്റിക് ഡോക്യുമെൻ്റ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി has successfully completed its second level of integration with ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. അപ്പോൾ അവരുടെ ഇൻറ്റഗ്രേഷൻ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആയിട്ടുള്ള അവരുടെ ഇൻറ്റഗ്രേഷൻ്റെ സെക്കൻഡ് ലെവൽ കംപ്ലീറ്റ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിജി ലോക്കർ ക്യാൻ ബി യൂസ്ഡ് നൗ ആസ് എ ഹെൽത്ത് ലോക്കർ ഫോർ സ്റ്റോറിംഗ് ആൻഡ് ആക്സസിങ് ഹെൽത്ത് റെക്കോർഡ്സ് സച്ച് ആസ് വാക്സിനേഷൻ റെക്കോർഡ്സ്, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻസ്, ലാബ് റിപ്പോർട്ട്സ്, ഹോസ്പിറ്റൽ ഡിസ്ചാർജ് സമ്മറീസ് എക്സെട്ര. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാം. മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ സേവ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡിജിറ്റൽ ലോക്കർ, ഈ ഡിജി ലോക്കർ ലോഞ്ച് ചെയ്തത് 1 ജൂലൈ 2015 അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ റെയിൽവേസ് അക്കംപ്ലിഷസ് ഇലക്ട്രിഫിക്കേഷൻ ഓഫ് 82% ഓഫ് ദ ടോട്ടൽ BG നെറ്റ്വർക്ക്. അപ്പോൾ ടോട്ടൽ BG നെറ്റ്വർക്കിൻ്റെ 82% ഇലക്ട്രിഫിക്കേഷൻ അക്കംപ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേസ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. Indian Railways has embarked upon an ambitious plan of electrification of its complete broad gauge network, which would not only result in a better fuel energy usage, resulting in increased throughput, reduced fuel expenditure, but also saving in a precious foreign exchange. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാര്യം കൊണ്ട് നേടാൻ 82% ഇലക്ട്രിഫിക്കേഷൻ ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബെറ്റർ ഫ്യൂവൽ എനർജി യൂസേജ്, അതേപോലെ ഇൻക്രീസ്ഡ് ത്രൂപുട്ട്, പിന്നെ റെഡ്യൂസ്ഡ് ഫ്യൂവൽ എക്സ്പെൻഡിച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് നേടാൻ സാധിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ 82% ഇലക്ട്രിഫിക്കേഷൻ നടത്തിയതുകൊണ്ട്. The Indian Railways has set a target of 100% electrification of its network by December 2023. അപ്പോൾ ഇന്ത്യൻ റെയിൽവേസ് 100% ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് നെറ്റ്വർക്ക് 2023 100% ഇലക്ട്രിഫിക്കേഷൻ നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DGFT notifies amended foreign trade policy norms for export benefits on rupee receipts.
അപ്പോൾ DGFT നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ്, നോട്ടിഫൈസ് അമെൻഡഡ് ഫോറിൻ ട്രേഡ് പോളിസി. അപ്പോൾ അമെൻമെൻറ്റ് നടത്തിയ ഫോറിൻ ട്രേഡ്, ഭേദഗതി വരുത്തിയ ഫോറിൻ ട്രേഡ് പോളിസി നോംസിനെ നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ് DGFT. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ബെനിഫിറ്റ്സ് ഓൺ റുപ്പി റെസിപ്റ്റ്സിൽ എക്സ്പോർട്ട് ബെനിഫിറ്റ്സ് നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. DGFT നോട്ടിഫൈഡ് നോംസ് ഫോർ permitting exporters to avail benefits under the foreign trade policy even on realization in rupee. The DGFT under the Commerce Ministry has already allowed invoicing, payment and settlement exports and imports in Indian rupee, a move aimed at facilitating trade in domestic currency. അപ്പോൾ DGFT നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ്, നോട്ടിഫൈസ് അമെൻഡഡ് ഫോറിൻ ട്രേഡ് പോളിസി നോംസ് ഫോർ എക്സ്പോർട്ട് ബെനിഫിറ്റ്സ് ഓൺ റുപ്പി റെസിപ്റ്റ്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നേഷൻ വൈഡ് ക്യാമ്പയിൻ, 1 minute. So nationwide campaign for promotion of a digital life certificate. അപ്പോൾ നാഷൻവൈഡ് ക്യാമ്പയിൻ നടക്കുകയാണ്, പ്രൊമോഷൻ ഓഫ് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ നാഷൻവൈഡ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ, മിനിസ്ട്രി ഓഫ് പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ്, Government of India has launched a nationwide campaign for promotion of digital life certificate for central government pensioners for promoting the life certificate through digital mode and popularizes the face authentication technique. അപ്പോൾ ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത് അത് ഡിജിറ്റൽ മോഡിൽ ചെയ്യാനുള്ള അതിന് പോപ്പുലറൈസ് ചെയ്യുകയാണ്. അതേപോലെ ഫേസ് ഓതൻറ്റിക്കേഷൻ ടെക്നിക്കും ഇപ്പോൾ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേഷൻ വൈഡ്. പിന്നെ ജീവൻ പ്രമാൺ ഈസ് എ ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം അഫിലിയേറ്റഡ് വിത്ത് ആധാർ ഫോർ പെൻഷനേഴ്സ്. അപ്പോൾ ജീവൻ പ്രമാൺ എന്ന് പറയുന്നത് ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമാണ്. അത് അഫിലിയേറ്റ് ചെയ്തത് ആധാറായിട്ടാണ്. പെൻഷനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, പെൻഷനേഴ്സിൻ്റെ ലൈഫ് സർട്ടിഫിക്കറ്റാണ് ജീവൻ പ്രമാൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Ministry of Rural Development signs MOU to support effective governance systems under DAY NRLM. അപ്പോൾ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു MOU. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ഇഫക്റ്റീവ് ഗവർണൻസ് സിസ്റ്റംസ് അണ്ടർ DAY NRLM. അപ്പോൾ DAY NRLM എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. സൈൻഡ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് ഗുരുഗ്രാം ബേസ്ഡ് വേദിസ് ഫൗണ്ടേഷൻ ടു സപ്പോർട്ട് സെറ്റിംഗ് അപ്പ് ഓഫ് എഫക്റ്റീവ് ഗവർണൻസ് സിസ്റ്റംസ് അണ്ടർ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ടു സ്ട്രെങ്തൻ സ്റ്റേറ്റ് കപ്പാസിറ്റീസ്, എസ്റ്റാബ്ലിഷ് ഇന്നോവേറ്റീവ് മോഡൽസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ നാഷണൽ സ്ട്രാറ്റജി ഫോർ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് SHG കൺവെർജൻസ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത് ഒരു MOU. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് ഗവർണൻസ് സിസ്റ്റംസ് അണ്ടർ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന് വേണ്ടിയിട്ടാണ്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ജിതേന്ദ്ര സിംഗ് ഡെഡിക്കേറ്റ്സ് ടു ദ നേഷൻ ഇന്ത്യാസ് ഫസ്റ്റ് നാഷണൽ റെപ്പോസിറ്ററി ഫോർ ലൈഫ് സയൻസ് ഡാറ്റ, ഇന്ത്യൻ ബയോളജിക്കൽ ഡാറ്റാ സെൻറ്റർ. അപ്പോൾ ജിതേന്ദ്ര സിംഗ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫസ്റ്റ് നാഷണൽ റെപ്പോസിറ്ററി ഫോർ ലൈഫ് സയൻസ് ഡാറ്റ, ഇന്ത്യൻ ബയോളജിക്കൽ ഡാറ്റാ സെൻറ്ററാണ് നേഷന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതതിൻ്റെ ഡീറ്റെയിൽസാണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. PV സിന്ധു ലോഞ്ചസ് ഫിറ്റ് ഇന്ത്യ സ്കൂൾ വീക്ക് മാസ്കോട്ട്സ് തൂഫാൻ ആൻഡ് തൂഫാനി. അപ്പോൾ PV സിന്ധു ഫിറ്റ് ഇന്ത്യ സ്കൂൾ വീക്ക് മാസ്കോട്ട്സ് തൂഫാൻ ആൻഡ് തൂഫാനി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 4th edition of Fit India School Week to kick off on 15th November 2022. Fit India movement, which was launched by Prime Minister Narendra Modi in 2019, kicked off its annual Fit India School Week program in December of the same year, and it's dedicated to encouraging schools in inculcating fitness habits and increasing awareness about fitness and sports. അപ്പോൾ ഈ ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ഹാബിറ്റ്സും അതേപോലെ ഫിറ്റ്നസ് അവയർനെസ്സും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് എൻഹാൻസ് ചെയ്യുക, ഫിറ്റ്നസ് ഹാബിറ്റ്സ് എൻഹാൻസ് ചെയ്യുക, അതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം.
അപ്പോൾ PV സിന്ധു ഫിറ്റ് ഇന്ത്യ സ്കൂൾ വീക്ക് മാസ്കോട്ട്സ് തൂഫാൻ ആൻഡ് തൂഫാനി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് അവാർഡഡ് ഇന്ത്യ അഗ്രി ബിസിനസ് അവാർഡ് 2022. അപ്പോൾ ഇന്ത്യ അഗ്രി ബിസിനസ് അവാർഡ് 2022 നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് അവാർഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊന്ന് വായിക്കാം. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് ഹൈദരാബാദ് വാസ് വൺ ഓഫ് ദ ഓർഗനൈസേഷൻസ് ടു ബി അവാർഡഡ് വിത്ത്. അപ്പോൾ നാഷണൽ ഫിഷറീസ് ബോർഡ് ഹൈദരാബാദിനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇന്ത്യ അഗ്രി ബിസിനസ് അവാർഡ് 2022 ഫോർ ദ ബെസ്റ്റ് അഗ്രി ബിസിനസ് അവാർഡ് അണ്ടർ ഫിഷറീസ് സെക്ടർ ഫോർ എക്സംപ്ലറി വർക്ക് ഡൺ ഇൻ ഫിഷറീസ് സെക്ടർ. ഫിഷറീസ് സെക്ടറിൽ അവരുടെ എക്സംപ്ലറി വർക്കിന് വേണ്ടിയിട്ടാണ് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് ഹൈദരാബാദ് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡിന്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ ആർമി ലോഞ്ചസ് സിംഗിൾ വിൻഡോ ഫെസിലിറ്റി വീരാംഗന സേവാ കേന്ദ്ര ഫോർ വെൽഫെയർ ആൻഡ് ഗ്രീവൻസസ് റീഡ്രസൽ ഫോർ വീർ നാരീസ്. അപ്പോൾ ഇന്ത്യൻ ആർമി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സിംഗിൾ വിൻഡോ ഫെസിലിറ്റി വീരാംഗന സേവാ കേന്ദ്ര, വെൽഫെയർ ആൻഡ് ഗ്രീവൻസസ് റീഡ്രസൽ ഓഫ് വീർ നാരീസിന് വേണ്ടിയിട്ടുള്ളതാണ് അത്. അപ്പോൾ ഇന്ത്യൻ ആർമി ആണിത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ടേക്കിംഗ് യെറ്റ് അനദർ സ്റ്റെപ്പ് ഇൻ ലെവറേജിംഗ് ടെക്നോളജി ദ ഇന്ത്യൻ ആർമി വിത്ത് എ മോട്ടോ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് അവർ ഓൺ നോ മാറ്റർ വാട്ട് ലോഞ്ച്ഡ് ദിസ് ഫെസിലിറ്റി. അപ്പോൾ ഇന്ത്യൻ ആർമിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സിംഗിൾ വിൻഡോ ഫെസിലിറ്റി വീരാംഗന സേവാ കേന്ദ്ര. അത് വീർ നാരീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രീവൻസ് റീഡ്രസൽ വെൽഫെയർ ആൻഡ് ഗ്രീവൻസ് റീഡ്രസൽ ഫോറമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെബി പാനൽ സജസ്റ്റ് സ്റ്റെപ്സ് ടു ബൂസ്റ്റ് എക്സ്ചേഞ്ച് ഗവർണൻസ്. അപ്പോൾ സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പാനൽ ഇപ്പോൾ എക്സ്ചേഞ്ച് ഗവർണൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ദ പാനൽ ചെയർഡ് ബൈ ജി മഹാലിംഗം വാസ് ടാസ്ക്ഡ് വിത്ത് പ്രപ്പോസിംഗ് ഗവർണൻസ് നോംസ് അറ്റ് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ഡെപ്പോസിറ്ററീസ് ആൻഡ് ക്ലിയറിംഗ് ഹൗസസ്. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NIIFL സൈൻസ് പാക്ട് വിത്ത് JBIC ടു എൻഹാൻസ് ജാപ്പനീസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടു ഇന്ത്യ. അപ്പോൾ NIIFL ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് JBIC ആയിട്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാപ്പനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. MOHUA സോ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയേഴ്സ് ഒരു ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് ഫോർ ഓൾ ത്രൂ ഡിജിറ്റൽ ഇന്നോവേഷൻ ചാലഞ്ച് സ്റ്റേജ് 2 ആൻഡ് സിറ്റിസൺ പെർസെപ്ഷൻ സർവേ 2022. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയേഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് ഫോർ ഓൾ ത്രൂ ഡിജിറ്റൽ ഇന്നോവേഷൻ ചാലഞ്ച് സ്റ്റേജ് 2 ആൻഡ് സിറ്റിസൺ പെർസെപ്ഷൻ സർവേ 2022. അത് വെച്ചിട്ട് ഒരു ഇത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയേഴ്സ്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ദ യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയേഴ്സ് ഹർദീപ് എസ് പുരി ലോഞ്ച്ഡ് ദ ട്രാൻസ്പോർട്ട് ഫോർ ഓൾ ചാലഞ്ച് സ്റ്റേജ് 2 ആൻഡ് സിറ്റിസൺ പെർസെപ്ഷൻ സർവേ 2022 അറ്റ് ആൻ ഇവൻറ്റ് ഇൻ ന്യൂഡൽഹി. അപ്പോൾ ന്യൂഡൽഹിയിൽ വെച്ചിട്ടുള്ള ഒരു ഇവൻറ്റിൽ വെച്ചിട്ടാണ് യൂണിയൻ ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയേഴ്സ് മിനിസ്റ്ററായ ഹർദീപ് സിംഗ് പുരി ട്രാൻസ്പോർട്ട് ഫോർ ഓൾ ചാലഞ്ച്, അതേപോലെ സ്റ്റേജ് 2, അതേപോലെ സിറ്റിസൺ പെർസെപ്ഷൻ സർവേ 2022 ലോഞ്ച് ചെയ്തത്. സോ ദ ട്രാൻസ്പോർട്ട് ഫോർ ഓൾ ചാലഞ്ച് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയേഴ്സ് ദാറ്റ് എയിംസ് അറ്റ് എൻഹാൻസിങ് ദ മൊബിലിറ്റി എക്സ്പീരിയൻസ് ഓഫ് സിറ്റിസൺസ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ഫോർ ഓൾ ചാലഞ്ച് എന്ന് പറയുന്നത് ഒരു ഇനീഷ്യേറ്റീവാണ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയേഴ്സിൻ്റെ. അത് മൊബിലിറ്റി എക്സ്പീരിയൻസ് ഓഫ് സിറ്റിസൺസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെൻറ്റർ ഫോർമുലേറ്റ്സ് ആക്ഷൻ പ്ലാൻ ടു പ്രൊമോട്ട് എക്സ്പോർട്സ് ഓഫ് മില്ലറ്റ്സ് ആൻഡ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഓഫ് മില്ലറ്റ്സ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആക്ഷൻ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ട് എക്സ്പോർട്ട് ഓഫ് മില്ലറ്റ്സിൻ്റെ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഓഫ് മില്ലറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ഹോസ്റ്റഡ് ദ സെക്കൻഡ് ബിംസ്റ്റെക് അഗ്രികൾച്ചർ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ്. അപ്പോൾ ഇന്ത്യ സെക്കൻഡ് ബിംസ്റ്റെക് അഗ്രികൾച്ചർ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യ hosted the second agriculture ministerial level meeting of the Bay of Bengal Initiative for Multi-Sectoral Technical and Economic Cooperation under the chairmanship of Union Minister for Agriculture and Farmers Welfare, Narendra Singh Tomar. Agriculture ministers of Bhutan, Bangladesh, Nepal, Myanmar, Sri Lanka and Thailand participated in the meeting. അപ്പോൾ ബീംസ്റ്റെക് ഹെഡ് ക്വാർട്ടർ ചെയ്തിരിക്കുന്നത് ധാക്ക, ബംഗ്ലാദേശിലാണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മേറ്റ ഇന്ത്യ ഹെഡ് അജിത് മോഹൻ സ്റ്റെപ്സ് ഡൗൺ. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ പാരൻ്റ് ഓർഗനൈസേഷനായ മേറ്റ എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ ഇന്ത്യയിലത്തെ ഹെഡായ അജിത് മോഹൻ അവരുടെ 4 വർഷത്തെ കരിയറാണ് എൻഡ് ചെയ്തിട്ടുള്ളത്. ended his 4-year stint at social media giant abruptly to become the Asia Pacific head of rival Snap. അപ്പോൾ അവരുടെ റൈവലായ സ്നാപ്ചാറ്റിൻ്റെ ഹെഡായും കൊണ്ടാണ് ഇപ്പോൾ മേറ്റ ഇന്ത്യ ഹെഡായ അജിത് മോഹൻ ഈ സ്ഥാനം ഉപേക്ഷിച്ചിരിക്കുന്നത്. സോ മോഹൻ ഹു ജോയിൻ മേറ്റ ഇൻ ജാനുവരി 2019 ജോയിൻ ചെയ്തത്. ഹാഡ് സെർവ്ഡ് ആസ് ദ ഫൗണ്ടിങ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ഡിസ്നി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഹോട്ട്സ്റ്റാർ ഫോർ 4 years ബിഫോർ ജോയിനിങ് ദ സോഷ്യൽ മീഡിയ ജയൻറ്റ്. അപ്പോൾ ഈ മേറ്റ ജോയിൻ ചെയ്യണതിൻ്റെ മുമ്പ് ഹോട്ട്സ്റ്റാറിൻ്റെ ഡിസ്നി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ഹോട്ട്സ്റ്റാറിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.